സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഒരു മുഖ്യമന്ത്രിയെ അതിദീർഘമായി വിസ്തരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച മൊഴിയെടുപ്പും വിസ്താരവും അർദ്ധരാത്രി 12:45 വരെ നീണ്ടുനിന്നു. കമ്മീഷന്റെയും അഭിഭാഷകരുടെയും ചോദ്യങ്ങൾക്ക് ശാന്തനായി മറുപടി നൽകി പുലർച്ചെ 1:15 മുഖ്യമന്ത്രി കമ്മീഷന്റെ സിറ്റിംഗ് അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയത്. സമാനതകളില്ലാത്ത ചരിത്രമാണ് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്നലെ സൃഷ്ടിച്ചത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ 14 മണിക്കൂറോളം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വിസ്തരിക്കുന്നത് ചരിത്രത്തിലാദ്യം. ഇത്രയും ദീർഘമായ വിചാരണ നേരിടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണല്ലോ എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെ: ഒന്നുമല്ല, ഞാൻ ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ അവിടെ വയനാട്ടിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷിയായിട്ട് 8 മണിക്കൂർ നേരം ഉള്ള വിസ്താരം ഉണ്ടായിരുന്നു. അപ്പം എനിക്കിതൊക്കെ നല്ല പരിചയമാണ്. രാവിലെ 11 മണിയോടുകൂടി വിസ്താരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും 10:40 തന്നെ മുഖ്യമന്ത്രി കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്ന തൈക്കാട് ഗസ്റ്റ് ഹൗസിലെത്തി. 11 മണിയോടുകൂടി തന്നെ കമ്മീഷന്റെ വിസ്താരം ആരംഭിച്ചു. 1:15 കമ്മീഷന്റെ വിസ്താരം പൂർത്തിയായി. തുടർന്ന് 1 മണിക്കൂർ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇടവേള. 2:15 ക്രോസ് വിസ്താരം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും 2:05 തന്നെ മുഖ്യമന്ത്രി വീണ്ടും എത്തി. തുടർന്ന് കമ്മീഷന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരം. പിന്നാലെ മറ്റ് അഭിഭാഷകരും മുഖ്യമന്ത്രി വിസ്തരിച്ചു. വിസ്താരം രാത്രി വൈകിയും നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് തിരക്കുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വിസ്താരം മാറ്റാമെന്ന് വൈകിട്ട് 5:15 പറഞ്ഞു. എന്നാൽ ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കുള്ളതിനാൽ മറ്റൊരു ദിവസം നൽകാൻ കഴിയില്ലെന്നും എത്ര വൈകിയാലും ഇന്ന് തന്നെ വിസ്താരം പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാത്രി 10:15 ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകർ ഒഴികെയുള്ളവരുടെ വിസ്താരം പൂർത്തിയായി. നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും മറ്റൊരു ദിവസം നൽകാൻ കഴിയുമോ എന്നും ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ മുഖ്യമന്ത്രിയോട് ആരാഞ്ഞു. എന്നാൽ തിരക്കുള്ളതിനാൽ അത് കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. ഇതോടെ 10 മിനിറ്റ് ഇടവേള നൽകി വീണ്ടും വിസ്താരം ആരംഭിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. തുടർന്ന് ആരംഭിച്ച വിസ്താരം 12:48 അവസാനിച്ചത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ദിവസം തുടർച്ചയായി മണിക്കൂറുകളോളം ഇരുന്ന് ഒരേ വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും. രാത്രി 12:48 വിസ്താരം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദിവസമായി 2016 ജനുവരി മാസം 25 എഴുതി ചേർത്തുവെന്ന് നിസ്സംശയം പറയാം. തിരുവനന്തപുരത്ത് നിന്ന് ബിജു ഗോപിനാഥിനൊപ്പം സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.